നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ചയാണ്. വിഷ്ണു സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കും. ഞാൻ ദുബായിലിരുന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസം വന്നു. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ദുബായിലും ഗൾഫ് കൺട്രീസിൽ തിരികെ അറ്റാക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇന്നലെയാണ് ന്യൂസ് വായിച്ചായിരുന്നു. ഇപ്പോ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത് സർ? അതെ, സത്യം തന്നെ. ദുബായിൽ വലുതായിട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല അങ്ങനെ. ബട്ട് ഈ പ്രാവശ്യം UAE സ്പെയർ ചെയ്ത കാരണം മെയിനായിട്ട് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്താർ ഇതിൻ്റെ അകത്ത് തന്നെ ഒക്കെയാണ് പ്രശ്നങ്ങളും ബോംബ്സും ഒക്കെ ഇരിക്കുന്നതായിട്ട് അറിയാൻ പറ്റുന്നു. പീപ്പിൾസിൻ്റെ നടമാട്ടമൊക്കെ കുറവാണ്. മാൾസൊക്കെ എംറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഹോട്ടൽസിന് എംറ്റി ആയിട്ടാണ് ഇവിടെ കാണാൻ പെടുന്നു. ഇവിടെ പീക്ക് സമ്മറാണിപ്പോൾ. ഭയങ്കര ബോയിലിംഗ് ടെമ്പറേച്ചറാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒക്ടോബർ, നവംബർ വരയ്ക്കും ചെല്ലുവാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ സർ, ഫൈൻ. ഈ ആഴ്ചയിൽ മാർക്കറ്റ് എങ്ങനെ ഇരുന്നു എന്നാണ് സാർ വിശ്വസിക്കുന്നു? കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയിരുന്ന പോലെയാണ് സാർ ഇരിക്കുന്നത്. ഒരു ദിവസം 10 പോയിന്റ് ഏറി, ഇനി ഒരു ദിവസം 4 പോയിന്റ് ഏറി, ഒരു 10 പോയിന്റ് കുറഞ്ഞു. ഒരു വലിയ മൂവ്മെന്റ് ഒന്നും ഇരുന്നത് പോലെ ഒന്നും പറയാൻ പറ്റുന്നില്ല സർ. എങ്ങനെയാണ് സാർ ഇരുന്നു മാർക്കറ്റ് ഈ ആഴ്ചയിൽ? 23,800 24,200, 300 ആ റേഞ്ചിൽ വന്നിരിക്കുന്നു. ഇറ്റ്സ് നെയ്തർ മൂഡ് അപ്പ് ഓർ ഡൗൺ. എന്നെ പൊറുത്തത്തിൽ ഒരു വലിയ ഡീൽ എന്ന് പറയുന്നത് IT ആണ്. IT ലോവസ്റ്റ് പോയിന്റിലിരുന്ന് IT മേജർ ഒരു 11% ഏറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ IT കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് പെയ്ഡ് ഔട്ടാണ്. സോ തിരികെ ഒരു കറക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് തിരികെ കൺസിഡർ ചെയ്യാം. ഇതിൽ എന്താണ് വളരെ ക്ലിയർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടേൺ ഓവറിൽ ഡിഫ്ലേഷൻ ഇരിക്കും. മാർജിൻ ലൈറ്റായിട്ട് കംപ്രസ് ആവും. കമ്പനി അതിൻ്റെ പാട്ടിൻ്റെ പ്രോഫിറ്റ് തന്നുകൊണ്ടേയിരിക്കും. ഡിവിഡൻഡ് കുറഞ്ഞ് കൊടുത്തോണ്ടേയിരിക്കും. ഇൻഫാക്ട് ഇൻഫോസിസ് വന്നിട്ട് 3 വലിയ കോൺട്രാക്ടർ നമ്മൾ ഡീല്. അതിൽ 2 എനിക്ക് ഓർമ്മ ഉണ്ട്. വന്നിട്ട് പ്ലാൻ കാർഡ്, ഇനിയൊന്ന് ബെൻസ് ആണ്. അവർ 3 കളക്ട് വിട്ടുകൊണ്ട് ഈ മാർജിൻ നമുക്ക് ഒത്തുവരില്ല, കോൺട്രാക്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. യു വിൽ സി മോർ ഓഫ് ദാറ്റ്. ഈ കമ്പനീസ് വന്നിട്ട് കോൺട്രാക്റ്റിന് എയ്തർ അവരെ ഒരു GCC ഇടും, അല്ലെങ്കിൽ ടയർ 2 കമ്പനീസിലോട്ട് പോവും. ടയർ 1 കമ്പനീസ് വേറെ എന്തെങ്കിലും ജോലിക്ക് പോവും. എന്തെന്ന് വെച്ചാൽ അവർക്ക് മാർജിൻ എക്സ്പോഷർ 25% ആവശ്യപ്പെടും. ഇൻഫാക്ട് എന്ത് കാര്യം എന്ന് വെച്ചാൽ ഇൻഫോസിസിന് പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കുറവാണ്. ഇൻവെസ്റ്റർ വളരെ കൂടുതലാണ്. HCLലും പ്രൊമോട്ടർ വാണ്ട്സ് ടു ഗെറ്റ് ഔട്ട്. വിപ്രോയും TCSും ഒരുമാതിരി ഇരിക്കും. മറ്റതൊക്കെ വേറെ ഒരുമാതിരി ഇരിക്കും. ഓക്കെ സർ, ഇത് പറഞ്ഞ കാര്യം കൊണ്ട് ചോദിക്കുന്നു. സംശയം എന്തെന്ന് വെച്ചാൽ മെർസിഡസ് ബെൻസ്, ഡൈംലർ ആൻഡ് വാൻഗാർഡിലിരുന്ന് അവർ പുറത്തേ വന്നിരിക്കുന്നു. സോ അവരുടെ പ്രോഫിറ്റബിലിറ്റി മാർജിൻ കുറയും എന്ന കാരണത്താൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് TCS, വിപ്രോ പോലത്തെ സ്റ്റോക്കിലും നവക്കുവാണെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം ഇന്നും ഒരു കൺസിഡറിങ് ഓപ്പർച്യൂണിറ്റി വരും. ഇത് വരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാമോ? ഇപ്പോൾ 10% മുകളിൽ ഏറിയിരിക്കുന്നു. കൺസിഡറേഷൻ ഓപ്പർച്യൂണിറ്റി പോയി. അതുപോലെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് പുള്ളോട്ടായി പോകുന്നു, അതിനനുസരിച്ചാണ്. സംടൈംസ് വന്നിട്ട് ഇത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്ന് ഇപ്പോൾ ഒക്കെ വളരെ ചീപ്പായിട്ട് സ്കിപ്പാകുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കയറുവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. ഇത്രയും ടാസ്ക് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നില്ല. യൂസ് ചെയ്ത് ബോട്ടിനെ മാനേജ് ചെയ്യാനും ആൾക്കാർ ആവശ്യപ്പെടുന്നു. ബോട്ടിനെ മാനേജ് ചെയ്യുന്ന ജോലി വന്നിട്ട് തിരികെ ഇതുപോലത്തെ കമ്പനീസിലോട്ട് തന്നെ ചെല്ലും. സർ, ക്രൂഡ് ഓയിൽ വന്നിട്ട് $120 to $130 വരയ്ക്കും ചെല്ലാൻ സാധ്യതയിരിക്കുന്നു എന്ന് പറയുന്നു. അത് റിലേറ്റഡ് റിപ്പോർട്ട് ഒരുപാട് വരുന്നതും കാണാൻ പറ്റുന്നു. ഇത്രയും ദൂരം ചെല്ലാൻ്റെ പോസിബിലിറ്റീസ് ഇല്ല എന്നാണ് നിങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളത്. ഇഫ് അറ്റ് ഓൾ അങ്ങനെ ചെല്ലുവാണെങ്കിൽ ഈ വാർ ഇന്ന് തീർന്നത് പാടില്ല, വിട്ട് അടിച്ചോണ്ടേയിരിക്കുന്നു. ഇഫ് അറ്റ് ഓൾ അത് നടക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ ഇരിക്കും, ഇന്റർനാഷണൽ മാർക്കറ്റ് എങ്ങനെ ഇരിക്കും? പോകാതിരിക്കേണ്ട ഒരേ റീസൺ ചൈന തന്നെ. ചൈനയെ കൊണ്ട് ഓയിൽ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നു. ഒരു വർഷം പോകാതിരുന്നതിന് ചൈന തന്നെ കാരണം. ചൈന വന്ന് അവരെ പർച്ചേസിനെ കുറയ്ക്കുന്നു. ചൈന ഈസ് ഏബിൾ ടു മൂവ് ടു കോൾ. ഇതിൻ്റെ പുറകെ അവർ ചെന്നു. ഇലക്ട്രിഫിക്കേഷൻ ഓഫ് കാർസ് അവിടെ ഇന്ന് റാപ്പിഡായി പോകുന്നു. പൊരുത്തമട്ടിൽ എന്നെ ചുറ്റിയിരിക്കുന്ന 6 പേർ ഇപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങി ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു 1.5 കൊല്ലത്തിന് മുമ്പ് നോക്കുമ്പോൾ അത്ര ആൾക്കാരൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ സർക്കിളിൽ തന്നെ ഒരു 6-7 പേര് കാർ വാങ്ങി. 2 ആൾക്കാർ JSWL MG വെച്ചിരിക്കുന്നു. 3 ആൾക്കാർ ടാറ്റ വെച്ചിരിക്കുന്നു. ഒരാൾ ഹുണ്ടായി വെച്ചിരിക്കുന്നു. ടാറ്റ കണ്ടായിരുന്നു, മഹേന്ദ്ര കണ്ടില്ല. JSW കണ്ടു, ക്രേറ്റ കണ്ടു. സോ ആദ്യത്തെ ഹാഫ് എന്താകാൻ പോകുന്നു എന്നാൽ ഇലക്ട്രിക് കാർസ്, മോർ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഒക്കെ ഇരിക്കും. ഇലക്ട്രിക് സ്കൂട്ടർ സെയിൽസ് വന്നിട്ട് TVS 1 മില്യൺ പീസസ് കഴിഞ്ഞു പോകുന്നു. ബജാജും പെട്ടെന്ന് 1 മില്യൺ ക്രോസായി പോകും. സ്കൂട്ടേഴ്സിൽ ഐ തിങ്ക് ഒരു 30-35% സ്ട്രിക്റ്റ് ആയിട്ട് EV ആയിട്ട് മാറും. പെട്രോൾ വില ഇത്രയും എലിവേറ്റഡ് ആയിരിക്കുവാണെങ്കിൽ
സ്കൂട്ടറിൻ്റെ കൺവേർഷൻ, ഓട്ടോയുടെ കൺവേർഷൻ ഡ്രമാറ്റിക്കായിട്ട് 3 വീലേഴ്സിലോട്ട് പോവും. കാറും ഇ വിയിലോട്ട് മാറും. പക്ഷേ ഇന്ത്യയുടെ ലോങ് ടേം ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്നാൽ ഇന്ത്യയിൽ രൂപ ഇന്നും പ്രഷറിലാണ് ഇരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ഡിഫൻസായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് RBI. എന്നെ പൊറുത്ത മട്ടിൽ 110, 115 വരയ്ക്കും ചെല്ലുന്നത് പോലെയാണ് തോന്നുന്നു. ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എത്തനോളിനെ ഡിഫൈൻഡ് ചെയ്യാൻ പോയി. എത്തനോളിനെ യൂസ് ചെയ്യാൻ വിട്ടിട്ട് നമ്മൾ വന്നിട്ട് സൺഫ്ലവർ ഓയിലിൽ ശ്രദ്ധിച്ചിരിക്കും. ഇന്ത്യ വന്നിട്ട് ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഓഫ് സൺഫ്ലവർ ഓയിൽ. ഇപ്പം നമ്മൾ ഉക്രൈൻ റഷ്യയുടെ അടുത്ത് ഇരുന്ന് വാങ്ങുന്ന കാരണം അതൊരു ഇമ്പാക്റ്റായി മാറി. ഇപ്പോൾ നമ്മൾ വന്നിട്ട് പാം ഓയിലിൻ്റെ പുറകെയാണ് ചെല്ലുന്നു. പാം ഓയിൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് അവരും ചെയ്യാൻ തുടങ്ങി. പാം ഓയിലിനെ ബയോഡീസലിൽ ഉപയോഗിക്കുന്നു. വാട്ട് എവർ യു ആർ ഗിവിങ് ബൈ എത്തനോൾ യു ആർ ലൂസിങ് ബൈ കുക്കിംഗ് ഓയിൽ. അപ്പോൾ എത്തനോളിന് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യണ ബദലായിട്ട് നിങ്ങൾ കുക്കിംഗ് ഓയിലിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പക്ഷേ എത്തനോൾ ഈ വെഹിക്കിൾസിനൊക്കെ ഭയങ്കര ഒരു പാടുപെടുത്തുന്നു. അതിലൊരു സംശയവുമില്ല. ഒരു വലിയ ഫ്ലാഷ് പോയിന്റ് വരാൻ പോകുന്നു. ആൻഡ് ഫൈനലി ചാർലി മംഗ്ലൂർ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എത്തനോളിൽ ഇത് നമുക്ക് വാട്ടർ ഉപയോഗിക്കണം, പാക്ക് ഉപയോഗിക്കണം, ഇലക്ട്രിസിറ്റീൻ്റെ ആവശ്യമുണ്ട്. എത്തനോൾ ചീപ്പിന് നമ്മൾ വിശ്വസിക്കുന്നത് വളരെ തെറ്റാണ്. നമ്മൾ അതുപോലത്തെ ഒരു തെറ്റായ ഒരു തീരുമാനമെടുക്കും. പ്ലാസ്റ്റിക്സ്, ടയേഴ്സ്, അതായത് കോസ്മോഫിലിം പോലത്തെ കമ്പനി, പാക്കേജിങ് കമ്പനീസ്, ടയർ, പെയിൻറ്റ്, ഇതുപോലത്തെ പെട്രോൾ ഡെറിവേറ്റീവ്സ് ഒക്കെ അഫക്റ്റ് ആകും. അങ്ങനെ നോക്കുമ്പോൾ എക്കോണമി വളരെ ബാഡായിട്ട് അഫക്റ്റ് ആകും. ബട്ട് വി വിൽ ലേൺ ടു അഡ്ജസ്റ്റ് ടു ഇറ്റ്. കാരണം ക്രൂഡിൻ്റെ ഡിമാൻഡ് കുറയുന്നൊപ്പം ക്രൂഡിൻ്റെ വില ഇറങ്ങും. ഇപ്പോൾ വാർ കംപ്ലീറ്റാണ് നിന്നാൽ കൂടെ 70ക്ക് ഇറങ്ങും. ലോങ് ടേം ക്രൂഡിൻ്റെ പ്രൈസ് ഇപ്പോൾ 40യുടെ അടുത്ത് ചെല്ലും. പക്ഷെ ആ 40ലോട്ട് ചെല്ലാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ഓക്കെ സർ, ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.